എടുത്തതിന് ശേഷം അതിൻ്റെ മിക്കവാറും ഇലകളെല്ലാം ഇലയും കായും എല്ലാം നീക്കം ചെയ്തതിന് ശേഷം 1-2 ഇലകൾ ഷാർപ്പായിട്ടുള്ള വൃത്തിയുള്ള ബ്ലേഡ് വേണം ഉപയോഗിക്കാൻ. ഇത് പകുതി കളഞ്ഞ് ഈ രൂപത്തിൽ ചേർക്കും. ഇച്ചിരി സാമാന്യം ഇത് പിച്ചാത്തി കൊണ്ട് തന്നെ ഇത് മുറിക്കാവുന്നതാണ്. ഈ തണ്ട് ഒന്ന് ക്ലീൻ ചെയ്യണം, മണ്ണ് അഴുക്കൊന്നുമില്ലാതിരിക്കാൻ വേണ്ടി. ഇത് കണ്ടത്തിൽ നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വള്ളിയാണ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണം ഈ ഹൈറ്റിൽ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യാം. ഇത്രയും വെള്ളത്തിൽ നിന്നാലും ഈ ചെടിക്ക് ഒന്നും സംഭവിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കുറ്റിയിലുള്ളതാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ ഹൈറ്റിൽ വെച്ച് മുറിക്കും. ഈ ഹൈറ്റിൽ കാണാൻ മുട്ടൊന്നും പ്രശ്നമല്ല ഇതിന്, നോ പ്രോബ്ലം. അപ്പോൾ അത് ചതവെല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് വൃത്തിയായിട്ട്, ചില മൂപ്പത്ത് കണ്ടായതുകൊണ്ടാണ് ഇത്രയും ബലം കാണിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് 1 ഇഞ്ച് ആഴത്തിൽ ഇത് കീറുക. കീറിയതിന് ശേഷം ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തണ്ടും ഇല്ല മുട്ടൊന്നുമില്ല. പക്ഷേ ആപ്പിൻ്റെ ആകൃതി എന്ന് പറയുമ്പോൾ ഈ ഭാഗം വണ്ണം കുറഞ്ഞും മുകളിൽ വശത്ത് വണ്ണം കൂടിയും ഇരിക്കണം. അവിടെ കൊണ്ട് കാണാൻ പറ്റുമോ? ഞാൻ ചെത്തിയതിന് ശേഷം അവിടെ കൊണ്ടുവന്ന് കാണിക്കും. ആപ്പിൻ്റെ ആകൃതിയിലാക്കണം. ചെത്താൻ പിച്ചാത്തേക്കാട്ടും നല്ല ബ്ലേഡാണ്, അത് നന്നായിട്ട് ഫിനിഷ് ചെയ്തു. കാണാമല്ലോ, 1 ഇഞ്ച് ആഴത്തിൽ മധ്യഭാഗത്ത് കയറിയിട്ടുണ്ട്. ഇത് ആപ്പിൻ്റെ ആകൃതി ചെത്തിയാണ്. എന്നിട്ടിത് അപ്പോൾ നമ്മൾ കൈയും മറ്റ് ഉപകരണങ്ങളും എല്ലാം നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സർജറിക്ക് നമ്മൾ എത്രയെല്ലാം വൃത്തി സൂക്ഷിക്കുന്നുണ്ടോ അത് നല്ലതായിരിക്കും. ഇവിടെ ഒരാൾ ആദ്യമായിട്ട് ഞാനിത് പരിചയമില്ലാത്തൊരു സമയത്ത് ഇവിടെ ബീഡിയൊക്കെ വലിച്ചിട്ട് ആ കറയോട് കൂടി കൈ വൃത്തിഹീനമായിട്ട് ചെയ്തിട്ട് പോയി എൻ്റെ 800 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി ഒരെണ്ണം പോലും പിടിച്ചില്ലായിരുന്നു 5 വർഷം മുമ്പ്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ച് ഇങ്ങനെ ചുറ്റി താഴെ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടുക. നനയാതിരിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ